ടോക്സിക് ആവാൻ തുടങ്ങി. ആണോ പെണ്ണോ എന്ന് പറയാൻ ഉദ്ദേശിച്ചത് LGBTQ എനിക്ക് അവരെ ഇഷ്ടമാണ്. LGBTQ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. യെസ് ഓഫ് കോഴ്സ്. കാരണം അവർ മനുഷ്യരാണ്. നമ്മൾ എന്തിനാണ് അവരെ നിർത്തി? ഞാൻ എപ്പോഴും അവരോട് അനുകൂലിച്ച് സംസാരിക്കുന്ന വ്യക്തിയാട്ടോ. എനിക്ക് ഉറപ്പാണ്. എനിക്ക് അങ്ങനെ സുഹൃത്തുക്കൾ മീൻസ് ഞാൻ അവരൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹെയ്തി സാദിയുടെയും രഞ്ജുമാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് രഞ്ജുമനെയൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോഴും എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റും ആരാധനയുമാണ്. കാരണം അവരുടെ ഫൈറ്റേഴ്സിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സമൂഹത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി പല ചവിട്ട് കിട്ടിയിട്ടും അതിലൊക്കെ ഫൈറ്റ് ബാക്കിംഗ് ആണ് തയ്യാർ. ഇനി അവരുടെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ സമൂഹത്തിന്റെ ഉന്നതനിലങ്ങളിൽ കയറും. അതിലൊരു സംശയമില്ല. നല്ല മാറ്റം വരും. അപ്പൊ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതിനോട് ഒരു ആൺകുട്ടിക്ക് ആൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതിനോ ഞാൻ 100% സപ്പോർട്ട് ചെയ്യും. കാരണം അവരുടെ ഫീലിങ്സ് ആണ്. എടാ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ കാണുന്ന ഏറ്റവും നല്ല ഒരു ലവ് സിംബൽ എന്ന് പറഞ്ഞാൽ ആദില നൂറ, നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അവർ ഇത്രയും വർഷമായിട്ട് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ, സ്ത്രീധനമില്ല, മതമില്ല, ജാതിയില്ല, ജെൻഡർ ഇല്ലാതെ സ്നേഹം എന്നൊരൊറ്റ കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒരു പക്ഷേ ഏറ്റവും നല്ല മാതൃകയായിട്ടുള്ള റൊമാൻസ് ഏതാന്ന് ഇന്ന് ചോദിച്ചാൽ ഞാൻ അവരെ ചൂണ്ടിക്കാണിക്കും. എൻ്റെ ഹൃദയത്തിലുള്ള ഇപ്പോൾ ചതിയില്ലാത്ത, ഇന്ന് ഏത് റൊമാൻസിനാണ് ചതിയും വഞ്ചനയില്ലാത്ത? അല്ല, എല്ലാ പെൺകുട്ടികളും പറയുന്നത് എന്താ? പ്രണയവഞ്ചനയിൽ പെട്ടു, പ്രണയം കാണിച്ചു, വിവാഹ വാഗ്ദാനം നടത്തി പീഡിപ്പിച്ചു. രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. പെൺകുട്ടികൾ മോശക്കാരൊന്നുമല്ല. ബട്ട് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും നല്ല മാതൃകയായ സ്നേഹമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടുത്തെ ജെൻഡർ അല്ല പറഞ്ഞത്. ആരാ? അതിലൊന്നും ഞാൻ അതിൽ അഭിപ്രായം, എനിക്ക് അവരെ കുറിച്ച് അത്ര ഡീറ്റെയിൽസ് അറിയാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അത് മറ്റേ ഇതല്ലേ, പ്രായം കൂടി, അതാണോ ഉദ്ദേശിച്ചത്? നമ്മുടെ ഗേ കപ്പിൾസ് രണ്ടുപേര് ഇപ്പൊ വേണമെങ്കിൽ ഏകദേശം ഹോർമോണൊക്കെ കുത്തി ജാസി സ്ത്രീ ഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മൈൽസ്റ്റോണിൽ ഞങ്ങളുടെ മൈൻഡ്സ്കേപ്പിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇന്റർവ്യൂ. ജാസി ആഷിനെ അറിയില്ല? മറ്റേ പൊന്നുസഖി എന്തിനാ മനസ്സിലായി, ആളെ മനസ്സിലായി. അല്ല, ഞാൻ അവരുടെ പ്രണയത്തെ കുറിച്ച് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കോൺട്രവേഴ്സി ഞാൻ കൂടുതലും ഞാൻ ഇവരെ സിജോയുടെ വിവാഹത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദില നൂറ. അതിന് മുമ്പേ ഞാൻ ഇവരുടെ സ്റ്റോറികൾ പഠിച്ചിട്ടുള്ള ആളാണ് ഈ ആദില നൂറയുടെ. അതുകൊണ്ട് അവരുടെ റൊമാൻസ് ഇന്നും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു ആനിവേഴ്സറി എങ്ങാണ്ട് ആഘോഷിക്കുന്നു, 4ാമത്തെ 5ാമത്തെ എങ്ങാണ്ട് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് അവരുടെ റെസ്പെക്ട് ഉണ്ട്. സ്നേഹം എന്ന ഒറ്റ ഭാഷയിൽ അത് നിലനിർത്താൻ മനുഷ്യന് പറ്റുമെന്നതിന്റെ എക്സാമ്പിൾ ആണ് അവര്. അവർക്ക് ജെൻഡർ ഇല്ല, പണമില്ല, മതമില്ല, പാരന്റ്സ് ഇല്ല, സപ്പോർട്ടില്ല, ഒന്നിട്ടും അവർ പ്രണയിക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ? അത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് ഏറ്റവും ഉദാത്തമായ പ്രണയം എന്നൊക്കെ പറയുന്നത്. അതായത് ഈ കുറച്ച് സോഫാർ ഇന്ന് ആരാണ് ഉദാത്തമായി പ്രണയിക്കുന്നത്? ഇന്നുള്ള കപ്പിൾ, എല്ലാ കപ്പിളും മാതൃക കപ്പിളായി അടിച്ചു പിരിയുന്ന കപ്പിൾ നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ അവിടെ മാത്രം നോക്കുന്നുണ്ടല്ലേ. അടിച്ചു പിരിയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയാണേലും ശാരികയുടെ അച്ഛനും അമ്മയാണേലും 10-30 വർഷം ഒരുമിച്ച് ജീവിച്ചവരല്ലേ. അവർക്കൊന്നും ഇടയിൽ പ്രശ്നങ്ങളില്ലായിരുന്നല്ലോ. അല്ല, ഞാനൊരു തർക്കിക്കാനായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എനിക്കിപ്പോൾ സോഫാർ ഈ മറ്റേ മകൾ ആരെ വേണമെങ്കിലും പ്രണയിച്ചാൽ വിഷയമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സപ്പോസ് വൺ ഡേ അവൾ എന്നോട് വന്ന് പറയണം ഐ എം ഫെൽ ഇൻ ലവ് വിത്ത് എ ഗേൾ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു അമ്മ ആവത്തില്ല ഞാൻ. താങ്കൾ പറഞ്ഞാലും പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണെങ്കിൽ പോലും നീ കൊള്ളാവോ, നീ എന്ത് വൃത്തിയോടെ കാണിക്കുന്നത്, എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അമ്മ ആയിരിക്കില്ല ഞാൻ. ഡെഫിനറ്റ്ലി ഐ വിൽ എംബ്രേസ് ഹർ. അവൾക്ക് അത് പറ്റത്തില്ല, ജെന്യൂൻ ആയിട്ടാണ് അവൾ അങ്ങനെയാണെങ്കിൽ അവൾ ഡെഫിനറ്റ്ലി 2 കൈ കൊണ്ട് നിന്നിട്ട് ഹഗ് ചെയ്യും. അതല്ല അവൾക്ക് നോർമൽ സ്ട്രേറ്റ് ആണെങ്കിൽ നോ ഇഷ്യൂസ്. ഇനി അവൾ ബൈ ആണെന്ന് അതൊക്കെ അവൾ 18 വയസ്സിലെ അവളുടെ വികാരങ്ങൾ, അവളിപ്പോൾ 9 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഞാൻ പറയുമായിരുന്നു, എൻ്റെ ഒരു കോൺസെപ്റ്റ് ആണത്.